ഓണദിനത്തിൽ നമ്മളോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഉർവശിക്കൊപ്പം തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ബീന ടീച്ചറാണ് ഇന്ന് ഓണവിശേഷങ്ങളും അവാർഡ് ലഭിച്ച സന്തോഷവുമായി നമുക്കൊപ്പം ഈ ഒരു ഓണദിനത്തിൽ ചേരുന്നത്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ തടവ് എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗീത ടീച്ചറുടെ ക്യാരക്ടർ അത് വലിയൊരു സമ്മാനമാണ് ടീച്ചർക്ക് സമ്മാനിച്ചത്. തനിയെ താമസിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യാണ്. അത് ആ മുഖഭാവത്തിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ടീച്ചർ ഹാപ്പി ഓണം. എനിക്ക് തോന്നുന്നു ടീച്ചർ ഏറ്റവും വലിയൊരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അതും മികച്ച നടിക്കുള്ളത്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം ടീച്ചർക്ക് ആ ഒരു ഹാപ്പിനെസ് എങ്ങനെയാണ് ടീച്ചർ പങ്കുവെക്കണത്? ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും ഉർവശി ചേച്ചിയുടെ ഒപ്പം എന്നുള്ളത് ഒരുപാട് സന്തോഷം. എനിക്ക് മാത്രമായിട്ട് മികച്ച നടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബീനാർ ചന്ദ്രൻ എന്ന് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത്ര അധികം സന്തോഷിച്ചോളണമെന്നില്ല. ചേച്ചിയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഇരട്ടി മധുരം, ഇരട്ടി സന്തോഷം. അപ്പോൾ എന്തായിരുന്നു ആദ്യമായിട്ട് ചാനലിലൂടെയാണോ അറിഞ്ഞത് ഈ ഒരു അവാർഡ്? ഒരു ചെറിയ ക്ലൂ ഒരു ചാനൽ വിളിച്ചപ്പോൾ, ഫോട്ടോ ചോദിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ക്ലൂ കിട്ടി. അപ്പോഴും സംശയമാണ്, അവർ ഉറപ്പിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണെങ്കിൽ പെട്ടെന്ന് ഫോട്ടോ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളി. അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ക്ലാസ്സിൽ. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മോനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കുറച്ച് പഠിക്കാൻ പിന്നിലാണ്. സർക്കസൊക്കെ കളിച്ച് നടക്കുന്നവരാണ്. മൈസൂരിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്തവരാണ്. അപ്പോൾ അവർക്ക് പഠനത്തിൻ്റെ വീട്ടിൽ സപ്പോർട്ട് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. അവനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു കോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ അതൊരു ഞാൻ ചെയ്യുന്ന ഒരു നന്മയുടെ ഒരു അനുഗ്രഹം പോലെയാണ് ആ ഒരു അവാർഡ് വന്നത്. പിന്നെയാണ് 12 മണിയായപ്പോഴാണ് ഫ്രണ്ട്സൊക്കെ കൂടെ വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനിത ടീച്ചർ പറഞ്ഞു, ഇതാ ഞാൻ പ്രതീക്ഷിച്ചത് വന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ വന്നു. ആദ്യമായിട്ട് ആ ഒരു അവാർഡ് കിട്ടിയത് അറിഞ്ഞപ്പോൾ ടീച്ചർ ആദ്യം ഷെയർ ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് വിളിക്കാൻ തോന്നിയത് ടീച്ചർക്ക് ആരെയായിരുന്നു? എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ഒരു പാകം ഉണ്ടായിരുന്നു. അത്രയും കോളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട കോള് ഏതായിരുന്നു? അതൊരു അത്ഭുതമാണ് ഉണ്ടായത്. കാരണം എൻ്റെ UP ക്ലാസ് തൊട്ട് ഞാൻ കോളേജ് വരെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് രേഖ, അവളുടെ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷം തോന്നിയത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രേഖയെ, നീ വിളിച്ചത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്തൊരു. കാരണം പിന്നെ ജോലി ആയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് അകന്നു പോയി, കാരണം ഞങ്ങളുടെ തിരക്കുകളിൽ. പിന്നെ അനിതയായി വല്ലാത്തൊരു കൂട്ട്, ഭയങ്കര ആത്മബന്ധമാണ് ഞാനും അനിതയും കൂടെ. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അവളുടെ ആ കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വല്ലാത്ത സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ആ ഒരു കോള് ടീച്ചർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അവള് എത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തെ വിളിച്ചപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ തടവ് എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു ഗീത ടീച്ചറുടെ ക്യാരക്ടർ അത് വലിയൊരു സമ്മാനമാണ് ടീച്ചർക്ക് സമ്മാനിച്ചത്. അപ്പോൾ എങ്ങനെയായിരുന്നു സിനിമ ഫീൽഡിൽ ഒരുപാട് പരിചിതമല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം? എങ്ങനെയാണ് ടീച്ചർ അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഫാസിൽ റസാഖ് അവനൊരു നന്മയുള്ള കുട്ടിയാണ്, ഒരുപാട് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ്. അവൻ്റെ ഒരു അനുഗ്രഹം, അവന് കിട്ടിയ ഒരു അനുഗ്രഹം പോലെയാണ്, അവൻ്റെ പാഷന് കിട്ടിയ ഒരു അനുഗ്രഹം ആയിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കിട്ടിയ അംഗീകാരത്തിനെ കാണുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും അവാർഡ്, ഞങ്ങളുടെ സിനിമയ്ക്കും അവാർഡ്, നവാഗത സംവിധാനത്തിനുള്ള പിന്നെ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ്, രണ്ടും. ഇപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാടകങ്ങളിൽ എനിക്ക് തോന്നുന്നു ടീച്ചറാണ് കുട്ടികളെ കലോത്സവങ്ങളിലൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമുള്ള ഒരു വലിയ പരിചയം ടീച്ചർക്കുണ്ട്. അപ്പോൾ നാടകത്തിലുള്ള ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു രീതി സിനിമയിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ മുതൽക്കൂട്ടായി, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ വന്നപ്പോൾ കൂടുതൽ നന്നായി എന്ന് ടീച്ചർക്ക് തോന്നിയോ? ഉണ്ട്. അതെൻ്റെ അധ്യാപനത്തിലും അതെ, അതുപോലെ സിനിമയിലും എന്താണ്, ഏത് രീതിയിലാവരുത് നാടകത്തിൻ്റെ അതുപോലെ ആവരുത്, അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, ഇതുപോലെ ആവരുത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നുള്ളൊരു ക്ലാരിറ്റി എനിക്ക് കിട്ടി. ഇപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം
സിനിമയിലെ വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനില്ല. കുറച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ടീച്ചർക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു സമയത്തെ ടീച്ചർ നോക്കിക്കാണുന്നത്? സിനിമയിൽ അധികം എക്സ്പീരിയൻസ് അല്ലാത്ത ഒരാൾക്ക് ഒരു വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുകയാണ്. അത് നാടകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന് സഹായിച്ചിട്ടുണ്ട്. അത് അധ്യാപനത്തിലും അതെ, സിനിമയിലെയും അതെ. എൻ്റെ നാടകരംഗം ഒരുപാട് സജീവമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ ആയിരിക്കണം നാടകം, എങ്ങനെ ആവരുത് സിനിമ, അങ്ങനെ ഉണ്ടല്ലോ. ആ നാടകത്തിൻ്റെ ഒട്ടും പകർപ്പാവരുത് സിനിമ. അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയത് ആ രണ്ടിലും അനുഭവം ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ചിലവരുടെ എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. അതായത് നാടകത്തിൽ നിന്ന് നമ്മളൊരു സിനിമയിലേക്ക് വരുമ്പോൾ നാടകവും സിനിമയും രണ്ടും രണ്ടാണ്. അപ്പോൾ നാടകത്തിൻ്റെ ഒരു അഭിനയ ശൈലിയല്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ് സിനിമയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ടീച്ചർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലവർ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു നാടകത്തിൻ്റെ ഫീൽ ഉണ്ടോ എന്ന് പലരുടെയും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ പോലും പല പ്രശസ്തരായിട്ടുള്ള ആളുകളും നാടകത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ടീച്ചർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നാടകത്തിന്റെ ഒരു ടച്ച് എനിക്ക് വരുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ കുറേ സിനിമകൾ കാണുന്നുണ്ടല്ലോ. കാണുമ്പോൾ ഞാൻ ചെറുപ്പം മുതലേ നാടകം കളിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയാണല്ലേ സിനിമ എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് തന്നെ ഇങ്ങനെ എന്തോ ഉണ്ട്. അതൊരു അനുഗ്രഹമായിരിക്കാം, അത് മനസ്സിലാക്കുന്നത്. പിന്നെ ആദ്യത്തെ സിനിമയിൽ ആദ്യം ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാടകം വരുന്നുണ്ടോ എന്നുള്ളൊരു രീതിയിൽ. പിന്നെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലായി, എങ്ങനെ നിൽക്കണം സിനിമയിൽ. ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു പെരുമാറ്റം പോലെ മതി. ആ ഒരു ടെക്നിക്ക് എനിക്ക് കിട്ടി. ആ ഫസ്റ്റ് മണികണ്ഠൻ പട്ടാമ്പിയും ബിജു വർമ്മയും കൂടെ ചെയ്ത ഒരു സിനിമ. അതേതായിരുന്നു? ഉണരൂ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിലാണ് ടീച്ചർ ആദ്യം ചെയ്യുന്നത് സിനിമ സ്ക്രീനിന്റെ മുന്നിൽ വരുന്നത്. അപ്പൊ അതിലത്തെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരുന്നു ഇതിലേക്ക് മുതൽക്കൂട്ടാവാനായിട്ട്. ടീച്ചറിനി നമ്മൾ തടവ് സിനിമയിലേക്ക് വരുമ്പോൾ അംഗൻവാടി അധ്യാപിക ഗീത ടീച്ചറാണ്. അപ്പോൾ ഇനി ഗീത ടീച്ചറായിട്ട് നമുക്ക് സംസാരിക്കാം. ഒരുപാട് എക്സ്പ്രഷനിലൂടെയാണ് ആ ഒരു മൂവി പോകുന്നത്. കാരണം ഒരുപാട്, അതായത് തനിയെ താമസിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യാണ്. അത് ആ മുഖഭാവത്തിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ടീച്ചർ ആ ഒരു ഗീത ടീച്ചറിലേക്കുള്ള ഒരു പരിവർത്തനം എങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഫാസിൽ ആദ്യം ചെയ്യാൻ പോകുന്ന സിനിമ, അതിലെ മെയിൻ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ വിജയിച്ചില്ലെങ്കിൽ ഈ സിനിമ തന്നെ വിജയിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു ഉത്തരവാദിത്വം, ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് അനിത എന്ന് പറഞ്ഞില്ലേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി. ഏതൊരു നാടകം ചെയ്താലും, ഏത് ഷോർട്ട് ഫിലിമുകളായാലും ആയിട്ടില്ല, ഇത് പോരാട്ടോ, എത്തിയിട്ടില്ല നിനക്കുള്ള സംഭവം, മോട്ടിവേഷൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. ഇത് ഞാനും വായിച്ചു, അനിതരിച്ചും വായിച്ചു. പിറ്റേ ദിവസം അന്തരിച്ചു വന്ന് പറയാണ്, ഇതാ നിന്നെ തേടി വന്നിരിക്കണു ആ ക്യാരക്ടർ, ഞാൻ സ്വപ്നം കണ്ട ആ ഒരു ക്യാരക്ടർ ഇതാ നിന്നെ തേടി വന്നിരിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിനക്ക് പറ്റും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ മെല്ലെ ആ കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചു, പിന്നെ ഞാനത് ആ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫാസിൽ ഒരു മാസത്തോളം റിഹേഴ്സൽ തന്നിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ചെയ്യണ സമയത്ത് ഫാസിൽ പറയും, ടീച്ചറെ അത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത്ര തന്നെ ഇമോഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണം, അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് ആ ഒരു ക്യാരക്ടറിനെ എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു എന്ന് പറയാം. പിന്നെ ഈ ഒരു ഗീത എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ചെറിയ അംശം എൻ്റെ ഉള്ളിലുണ്ട്. അതിനെ ഒന്ന് എക്സാജറേറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ടീച്ചർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാസത്തെ റിഹേഴ്സൽ പറഞ്ഞു ടീച്ചർ. അപ്പോൾ സാധാരണ നമ്മളൊക്കെ മൂവിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു റിഹേഴ്സൽ ഒരുപാട് നാള്, കാരണം അപ്പോഴത്തെ നമ്മൾ റീടേക്ക് എടുത്തിട്ടാണ് അത് ശരിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു മാസത്തെ റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ഉള്ളിലേക്ക് അത്രയും ഡെപ്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ടീച്ചർക്ക് കിട്ടി. അതുപോലെ തന്നെയാണോ നിങ്ങളുടെ ആ ഒരു ക്രൂ മുഴുവൻ ഇത്തരത്തിൽ ഒരു മാസം റിഹേഴ്സൽ ചെയ്തിട്ടാണോ ഇത്രയും നല്ലൊരു ഭംഗിയായിട്ടുള്ള മൂവിയിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും. ഞാൻ റിഹേഴ്സൽ എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ റിഹേഴ്സൽ ഉണ്ട്, നാടകത്തിലാണ് സാധാരണ റിഹേഴ്സലാണ്. ഒരു ഷോ ഉണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം അങ്ങനെ 2 ദിവസം റിഹേഴ്സൽ. അത് ശരി, അപ്പൊ സിനിമയിലും റിഹേഴ്സൽ ഉണ്ടല്ലേ എന്ന് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ്. ഞാൻ ഷോർട്ട് ഫിലിമിലൊന്നും അങ്ങനെ നമ്മൾ ചെയ്യണു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതില് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അത് വളരെ സഹായിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മളെ ഷൂട്ടൊക്കെ തുടങ്ങിയ സമയത്ത് നാളെ ഏത് ഷോട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ഹോംവർക്ക് ചെയ്യാനും അത് വളരെ സഹായകമായി.
വൈകുന്നേരങ്ങളിലായിരുന്നു കേട്ടോ. മാർച്ചിൽ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിൽ ഒരു മാസത്തോളമാണ് ഞങ്ങൾ ആ ഷോട്ടിലുള്ള ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് അവർ വരും റിഹേഴ്സൽ. അപ്പോൾ ക്രൂ മെമ്പേഴ്സും അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഷൂട്ടായപ്പോഴേക്കും വല്ലാത്തൊരു ഇൻറ്റിമസി ആയിരുന്നു. നാടകത്തിലെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ടീച്ചർ ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? ഞാൻ 5ലെ ക്ലാസ് ടീച്ചർ, 7ലും 5ലും ഇംഗ്ലീഷും 5ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളുമായിട്ട് ഇടപഴകാൻ ടീച്ചർക്ക് അതിനൊരു റിഹേഴ്സലിന്റെ ആവശ്യമില്ല. കാരണം എപ്പോഴും കുട്ടികളായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ കുറച്ചും കൂടി കുട്ടികളായിട്ട്, അന്ന് നമുക്ക് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയമാണ് അല്ലേ, മാഷ ടീച്ചർ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയില്ല. ടീച്ചർമാരും കുട്ടികളായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള ഒരു രീതിയിൽ, ഒരു അംഗൻവാടി ടീച്ചർ, അത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ടീച്ചർക്ക് അങ്ങനെ ആ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന രീതിയിൽ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ സ്കൂളിൽ KG ക്ലാസ് മുതലുണ്ടല്ലോ, ഞാൻ അവിടെയൊക്കെ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ തന്നെ അവരുടെ അടുത്തൊക്കെ ഒന്ന് കയറും, അവരെയൊക്കെ ഒന്ന് പിടിച്ച് പീച്ചി ഉമ്മ കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ട് നമുക്ക്. കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു എനർജിയും സന്തോഷവും ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ട്. അപ്പം എനിക്ക് പിന്നെ ആ ഒരു സ്പേസിലുള്ള ആ ഒരു അംഗനവാടിയിലുള്ള കുട്ടികളെ അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളും അതെ, നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറണോ അതേപോലെ അവർ ഇങ്ങോട്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു 2-3 മണിക്കൂറായപ്പോഴേക്കും അവർ പെട്ടെന്ന് മിങ്കിളായി. ഇപ്പോൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഇന്നും നോക്കിക്കാണുന്നത്, അതായത് ഒരു തനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയെ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് ആളുകൾ നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ സിനിമയിലും അതൊക്കെ തന്നെ പറയാതെ പറയുന്നുണ്ട്, ആ ഇമോഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കണം ആ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സ്റ്റോറി അങ്ങനെ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു ഫാസിൽ, ഡയറക്ടറായിട്ടുള്ള ഫാസിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫാസിൽ പറഞ്ഞ 2 ഷോർട്ട് ഫിലിമുകൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫാസിൽ എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ തന്നത്. എല്ലാതരം ഇമോഷൻസ് ടീച്ചർക്ക് സാധിക്കും, അതുകൊണ്ടാണ് എല്ലാ ഇമോഷൻസും ഈ എൻ്റെ കഥയിൽ വരണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ തിരഞ്ഞെടുത്തത് എന്ന് ഫാസിൽ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിൽ അത്ര വിശ്വാസമായിരുന്നു, കാരണം ടീച്ചർ ഈ ക്യാരക്ടറിലേക്ക് അത്ര ആപ്റ്റ് ആണ് എന്ന് ഡയറക്ടർക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ സെറ്റിലുണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത് ഞാനായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പൊ എന്റെ സുഹൃത്ത് അതുപോലെ അഭിനേത്രി മാത്രമല്ല കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ്. എന്താ പറയാ, സുബ്രഹ്മണ്യനെ അതുപോലെ അനിതേനെയും ഞങ്ങളെ 3 പേരെയും ഫാസിൽ തന്നെ കാസ്റ്റ് ചെയ്തതാണ്. പിന്നെ ബാക്കി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ടീച്ചർ ഇതൊന്ന് കാസ്റ്റിംഗ് ചെയ്യൂ. അപ്പം പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. ഞങ്ങളുടെ പരുതൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു കലാകേന്ദ്രമാണ്. അപ്പോൾ എൻ്റെ ശിഷ്യഗണങ്ങൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ടീച്ചർ നാടകമൊക്കെ ഒരുപാട് ഗ്രൂപ്പായിട്ട്, അപ്പോൾ അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് ടീച്ചർക്ക് ഒരു അറിവുണ്ട്. ഓരോ ക്ലാസ് റൂം ആക്ടിവിറ്റി അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടി തരക്കടില്ലല്ലോ, ഇതിന് നല്ല സാധ്യതകളുണ്ട്, അങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, കലോത്സവത്തിനൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ നല്ല സാധ്യതയുണ്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ കാസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ സിനിമ, അപ്പൊ മികച്ച നടി എന്നതിലുപരി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സിനിമ. അപ്പൊ ആ ഒരു ക്രൂവിന് ഉണ്ടായിട്ടുള്ള ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ടീച്ചറോടും കൂടി ഒരു കടപ്പാട് തോന്നിയിട്ടുണ്ടാവും, കാരണം ടീച്ചറാണല്ലോ സെലക്ട് ചെയ്തതെന്ന്. ആ തരത്തിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ? അതെ, ആദ്യത്തെ ഫസ്റ്റ് ഘട്ടം എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാനിങ്ങനെ വല്ലാത്ത ടെൻഷനിൽ അത് കണ്ടത് കേട്ടോ. കണ്ടപ്പോൾ ഞാൻ സ്റ്റോറിയിലൊന്നും എനിക്ക് ആ ഇമോഷൻ കിട്ടുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ അതിൽ അഭിനയിച്ച ഒരു ചെറിയ കുട്ടി പോലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ അത് കണ്ട് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഫാസിലിനോട് പറഞ്ഞു, എനിക്ക് വേറൊന്നും മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ ഇമോഷൻ കിട്ടുന്നില്ല, വേറൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഞാൻ കാസ്റ്റ് ചെയ്തേ, ഞാൻ ചില്ലറക്കാരിയല്ല, അത്ര എനിക്ക് പറയാൻ കഴിയും. കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ വേണമെങ്കിൽ ടീച്ചറെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും വലിയൊരു ഹാപ്പിനെസിന്റെ ഒരു ഇതാ, കാരണം എല്ലാവരും കൂടി നന്നായി അഭിനയിക്കുമ്പോഴാണ് അത്. 1 മാസം ആണ് റിഹേഴ്സൽ. എനിക്ക് തോന്നുന്നു ഈ റിഹേഴ്സലിന്റെ സമയത്ത് നമ്മുടെ ഉള്ളിൽ എത്രത്തോണ്ട് കഴിവുകളുണ്ട് അത് കൂടുതൽ, കാരണം ഇന്നിപ്പോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് നന്നാക്കാം, അങ്ങനെ അത് ബിൽഡപ്പ് ചെയ്ത് വരാൻ ഒരു സഹായകമായിട്ടുണ്ടാവില്ലേ? ഉള്ളിലുള്ള എന്താണോ ആ ഒരു ആക്ടറുടെ ഉള്ളിലുള്ളത് അതിനെ എടുക്കാനായിട്ട് നല്ല കഴിവാണ് ആ കുട്ടിക്ക്.
അത് അവരെ മൊത്തം എഴുത കേട്ടോ, നല്ല കുട്ടികളാണ്, നല്ല ക്രിയേറ്റീവ്. പിന്നെ അവരെ മാതൃകയാക്കേണ്ടതാണ് എല്ലാവരും, സിനിമ രംഗത്തുള്ള ആളുകൾ മാതൃകയാക്കേണ്ടത്. കാരണം ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, പിന്നെ എല്ലാ കാര്യം എല്ലാം ചെയ്യും നമ്മൾ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ സിനിമയിൽ ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കിയത്, ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്പുറത്തേക്കോ മാറി ചെയ്യാത്ത, അത് നമുക്ക് എൻ്റെ അനുഭവത്തിലായിരിക്കാം കേട്ടോ. എനിക്ക് വലിയ കമേഴ്ഷ്യൽ ഫിലിമിനൊന്നും എനിക്ക് അനുഭവങ്ങളില്ല. പക്ഷേ ഇത് ഒരു നാടകത്തിൽ നിന്ന് വേറിടാതെ, നാടകത്തിലും അങ്ങനെയാണ്, എല്ലാവരും ചെയ്യും. സെറ്റാണെങ്കിൽ ലൈറ്റാണെങ്കിൽ വണ്ടിയിൽ സാധനങ്ങൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ തടവ് സെറ്റിൽ കണ്ടത്. ആ ഒരു കൂട്ടായ്മ അല്ലേ ടീച്ചറെ? ഇപ്പോൾ പരിദൂരൊക്കെ ആയിരുന്നു, ഇവിടെ തന്നെയായിരുന്നു, പരിദൂരം തന്നെയായിരുന്നു ഷൂട്ടൊക്കെ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് അറിയാവുന്ന ആളുകള്, ടീച്ചർക്ക് അറിയാവുന്ന സ്ഥലം, അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഷൂട്ടിന് കുറച്ചും കൂടിയൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? തീർച്ചയായിട്ടും. ലൊക്കേഷനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നു വീടുകളൊക്കെ തിരഞ്ഞെടുത്തത്. ലൊക്കേഷൻ, പെട്രോൾ പമ്പ് എല്ലാം. ഇപ്പൊ ഇതിന്റെ തീരത്തൊക്കെ, പുഴയുടെ തീരത്തൊക്കെ ഷൂട്ടുണ്ടായിരുന്നു. ലൊക്കേഷനും എനിക്ക് എല്ലാം പരിചിതരായ ആളുകള്, പരിചിതമായ ലൊക്കേഷനുകൾ, അതുകൊണ്ട് ഒരു പരിഭ്രമൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫാസിലിന്റെ കൂടെ എത്രാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു? മൂന്നാമത്തെ. 2 ഷോർട്ട് ഫിലിമുകൾ, അതിരെ പിറ, അത് രണ്ടിനും കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിരില് എൻ്റെ അനിയത്തിയുടെ മോള് നന്ദിത ഉണ്ടായിരുന്നു, അവൾക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പിറയില് എൻ്റെ അനിത ടീച്ചറുടെ മോള് അപർണ, അവൾക്കും ഒരു തവണ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. മൂവി എന്ന നിലയ്ക്ക് ആദ്യത്തെ മൂവിയാണോ അതോ മുൻപ്? മൂവി സുദേവൻ പെരിങ്ങോടിന്റെ ക്രൈം നമ്പർ 89 എന്ന് പറയുന്ന സിനിമ, അതുപോലെ MG ശശി സംവിധാനം ചെയ്ത അനുഭവങ്ങൾ, പിന്നെ അഭിമാനിനി എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്തു. അഭിമാനി സ്ത്രീകൾ മാത്രമുള്ള ഒരു സിനിമ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ടീച്ചർക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ ഒരു ഗീത ടീച്ചർ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീഡം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ആ ഒരു ടീച്ചറുടെ ഇമോഷൻ, അപ്പോൾ ടീച്ചർക്ക് എന്താണ് ആ ക്യാരക്ടറിനെ കുറിച്ച് ടീച്ചറുടെ ഒരു അഭിപ്രായത്തിൽ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്ന നമ്മൾ സ്ത്രീകൾ ശരിക്കും ഗീത ടീച്ചറുടെ പോലെ ഒരു തരത്തിലാവണം എന്നാണ് തോന്നുന്നത്. കാരണം 2 ഭർത്താക്കന്മാരുണ്ടായിട്ടും ഗീത ടീച്ചർ കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷെ അതിന് പല തവണ ആദ്യത്തെ ഭർത്താവ് അവരെ സമീപിക്കുന്ന കുറ്റബോധം കൊണ്ട് അവർ പലതും പറയുന്നുണ്ടെങ്കിൽ പോലും ഒട്ടും അവരുടെ ആ നിലപാടിൽ അവർ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ വേറൊരു ഘട്ടത്തിൽ അവർ സ്വയം തടവിലായിക്കൊണ്ട് അതിലൊരു സ്വാതന്ത്ര്യം കാണുന്ന ഒരു അവസ്ഥയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്ത്രീകളും ഒരു തടവിൽ നിന്ന് മാറി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരണം എന്ന് തന്നെയാണോ ടീച്ചറുടെ? എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരതെല്ലാം തട്ടിത്തെറിപ്പിച്ച് പുറത്തു വരിക വേണം. അതിനുള്ളൊരു പ്രചോദനമാവട്ടെ ഈ ഒരു സിനിമ അല്ലേ? എനിക്കൊന്നു ടീച്ചർ കുട്ടിക്കാലം മുതൽ എങ്ങനെ തന്നെയായിരുന്നു? അതായത് കലയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾ തന്നെയായിരുന്നു? തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാണ് കലയോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് ആളുകളെയൊക്കെ നല്ല ഇഷ്ടമാണ്. ഞാൻ ഒട്ടും നെഗറ്റീവുകൾ കാണാൻ ശ്രമിക്കാറില്ല, നന്മകൾ മാത്രമേ ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ സാധാരണ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ട് ടീച്ചർമാരെന്ന് പറയുമ്പോൾ കുറച്ച് പരിക്കനൊക്കെ ആവും. പക്ഷേ നമ്മുടെ മീന ടീച്ചർ അങ്ങനെയല്ല കേട്ടോ. കാരണം എനിക്കും തോന്നി, കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ടീച്ചർ ഓടി വന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചറെ കാണുന്നത്, ടീച്ചറും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓടി വന്നൊക്കെ വളരെ കെട്ടിയൊക്കെ പിടിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ല സ്നേഹമുള്ള ടീച്ചറാണ്. ടീച്ചർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് സ്നേഹം കൂടെ ഉള്ളിൽ നിറയെ ആരെങ്കിലും കാണുമ്പോൾ അതങ്ങോട്ട് പ്രകടിപ്പിക്കണമെങ്കിൽ അപ്പൊ അങ്ങനെയും ടീച്ചർമാരുണ്ടല്ലേ? ഈ ടീച്ചർക്ക് ഇതൊക്കെ ഇപ്പോ ഏതെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പ്രോജക്റ്റുകൾ? ഒരു ഞങ്ങളുടെ ക്രൂവിലെ ഒരു ആമോസ് എന്ന് പറയുന്ന കുട്ടി ചെയ്ത ഒപ്പോണന്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മൊത്തം കഴിഞ്ഞ് ഔട്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം സ്കൂളിലേക്ക് വന്നിട്ടാണ്, സ്കൂളിൽ നിന്ന് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുട്ടികളൊക്കെ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി സിനിമയിലേക്കാണോ പോണേന്ന്. അപ്പോൾ കുട്ടികളുടെയൊക്കെ അവരെയൊക്കെ എങ്ങനെയാണ് ടീച്ചറുടെ അടുത്ത് സന്തോഷം പങ്കുവെച്ചത്? അവര് ഭയങ്കര ആരവായിരുന്നു. അന്ന് മീഡിയാസ് ഒക്കെ വിളിക്കുമ്പോൾ എൻ്റെ കുട്ടികളുടെ ശബ്ദമാണ് അവരൊക്കെ കേട്ടുകൊണ്ടിരുന്നിരുന്നത്. അവർക്ക് നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാറിലെ മീഡിയാസ് വന്നിട്ട് കൊണ്ടുപോകണു,
അപ്പൊ ഭയങ്കര സങ്കടം അവർക്ക്. ടീച്ചർ പോവാ, സിനിമയിലേക്ക് പോവാ, എപ്പോ വരും? അപ്പൊ അങ്ങനെയുള്ള ചോദിക്കുമ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ വരും. നേരത്തെ വന്നപ്പോ കുട്ടികൾ ചോദിച്ചു സിനിമയിലേക്ക് പോവുകയാണോ, നല്ല ടീച്ചറിനെ ഇപ്പൊ കൊടുന്നാക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടീച്ചറെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു കുട്ടികളും ആ തരത്തില് ടീച്ചറുടെ സിനിമയൊക്കെ അവർ കണ്ടിരുന്നോ, പറഞ്ഞിരുന്നോ ടീച്ചറുടെ അടുത്ത്? ട്രെയിലർ കണ്ടു എന്ന് പറഞ്ഞു. ട്രെയിലർ കണ്ടു. അതിൽ പിന്നെ യൂട്യൂബിൽ വന്ന കാരണം അവര് കണ്ടിട്ടുണ്ട്. ആ സ്കൂളിന്റെ കൂടി ഒരു വലിയ സപ്പോർട്ട് ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ? കാരണം എങ്ങനെയായിരുന്നു അപ്പോൾ ടീച്ചറെ ഷൂട്ടൊക്കെ കാര്യങ്ങൾ? കാരണം സ്കൂളിലെ ക്ലാസ് കഴിയണം, അത് കഴിഞ്ഞ് ടീച്ചർ ഇതുപോലെ നാടകങ്ങൾ അവതരിപ്പിച്ചും പഠിപ്പിച്ചും ഒക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഷൂട്ടിനായിട്ടും സമയം എങ്ങനെയായിരുന്നു ടീച്ചർ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫാസിലിന് അറിയാം ഞാൻ എങ്ങനെയാ ക്ലാസ്. ഞാൻ കുട്ടികളെ വിട്ട് വർക്കുകളിലേക്ക് പോവാറില്ല. അതിന്റെ അധിക സമയമാണ് ഞാൻ ചെയ്യുന്നത്. ആ നാടകമായാലും സ്കൂൾ വിട്ട് പോയിട്ട് റിഹേഴ്സൽ ചെയ്യണു. ആ ഒരു ക്ലാസ് കളയാത്ത രീതിയിൽ നമുക്ക് ഉത്തരവാദിത്തം കുട്ടികളോടുണ്ടല്ലോ, അത് കളയാതെ വേണം എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകാൻ. അത് ഫാസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിലാണ് ഷൂട്ട് വെച്ചത്. വെക്കേഷൻ ടൈമാണ്. ഒരു മാസം ഏപ്രിൽ കംപ്ലീറ്റ് എടുത്ത് ഷൂട്ട്, റിഹേഴ്സൽ സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അങ്ങനെ. അപ്പോൾ ടീച്ചർക്ക് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചർ, പ്രത്യേകിച്ച് അനിത ടീച്ചറുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ആ ടീച്ചർ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം, കാരണം അനിത ടീച്ചറും കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ എങ്ങനെയായിരുന്നു ആ ഒരു? അതെന്താ വെച്ചാൽ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും അവരിങ്ങനെ അതിലെന്തെങ്കിലും കിട്ടിയോ, അപ്പൊ ഞാൻ ചിലപ്പോൾ അതൊക്കെ മറന്നിട്ടുണ്ട്, വേറെ കാര്യങ്ങളിൽ മുഴുകിയിട്ടുണ്ടാവും. അപ്പൊ ചില ആളുകൾ അതുപോലെ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിച്ച പ്രസാദേട്ടുണ്ട്, അത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ഏട്ടനാണ്. അപ്പൊ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് പറയും, ബീന ഞാൻ സ്വപ്നം കണ്ടുട്ടോ നിനക്കൊരു അവാർഡ് കിട്ടുന്നത്. അപ്പോ പ്രസാദേട്ട വെറുതെ പറയും. അതിൽ എൻ്റെ ഭർത്താവ് എന്നെ നല്ല അടിച്ച് നല്ല നല്ല ഞങ്ങള് സിനിമയില് ഭയങ്കര നല്ല പക്ഷേ സിനിമയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല എപ്പോഴും പറയും നിനക്ക് നീ എന്റെ വാപ്പ, ഞാൻ പൊന്നാവട്ടെ വാക്ക്. അപ്പൊ അടുത്ത വഴിക്ക് ഇത് ചോദിച്ചു, കണ്ടില്ലേ എന്റെ നാവ് പൊന്നായില്ലേ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാവ് പൊന്നാവാൻ പറഞ്ഞോളൂ, അങ്ങനെ പറയായിരുന്നില്ലേ? പക്ഷെ കുറേ ആളുകൾ കേട്ടോ ഞങ്ങളുടെ സ്കൂളിൽ അന്ന് രാവിലെ തന്നെ വന്നിട്ട് ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞു ഇന്നല്ലേ അറിയാന്ന് ചോദിച്ചു. അപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, ഇത് IFFK കിട്ടുന്നു ആ ഒരു രീതിയിൽ ഇപ്പൊ എക്സ്പെക്ട് ചെയ്തിരുന്നു ഒരു സാധ്യത? ഒരു ചെറിയ ഉണ്ടാവോ വേണ്ട ഒരു ഉൾവിളി അങ്ങനെ ഉണ്ടാവോ അതൊരു സംശയം. ഇല്ലെങ്കിലും പോട്ടേന്ന്. കാരണം ആരൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്, ഉർവശി എന്താണ് പാർവതി തമ്മിൽ മത്സരിക്കുന്നു, വേറെ കുറെ ആക്ടേഴ്സ് മത്സരിക്കുന്നു. അപ്പൊ ഞാനതിങ്ങനെ വേറെ വിട്ട് നിന്ന് കണ്ടു ആ മത്സരങ്ങൾ. നടക്കട്ടെ, അംഗീകാരമുള്ള ആൾക്ക് കിട്ടട്ടെ എന്നൊക്കെ എന്നെ മനസ്സിൽ വിചാരിച്ചു. എങ്കിലും ഇടയ്ക്ക് ചില ആളുകൾ പറയും നിനക്ക് കിട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ കിട്ടുമോ അങ്ങനെ അങ്ങനെ അങ്ങനെ. എനിക്ക് തോന്നുന്നു ഉർവശി നമ്മൾ എക്കാലത്തും കണ്ട അസാധ്യമായിട്ട് അഭിനയിക്കുന്ന നടിയാണ്. കാരണം ഉർവശിക്ക് പകരം വേറൊരാളും ആവില്ല. പക്ഷേ ആ ഉർവശിക്കൊപ്പം തന്നെ മികച്ച നടിക്കുള്ള ഒരു അവാർഡ് പങ്കിടാം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അല്ലേ? കാരണം ഇത്രയും വലിയ മികച്ച നടി, ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാൾക്കൊപ്പം നിന്നുകൊണ്ട് മികച്ച എന്ത് മനോഹരമായിട്ടാ ഉർവശി ചേച്ചി അഭിനയിക്കുക. എനിക്കെന്താ തടവിലാണോ അല്ല ഉള്ളൊഴുക്കിലാണോ അല്ല അതുവരെ ചെയ്തതിൽ എനിക്ക് ഇതിൽ സങ്കടക്കടലായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഭയങ്കര രസമായിട്ടാണല്ലോ നമ്മളെ ചിരിപ്പിച്ചും ഭയങ്കര കരയിപ്പിച്ചും അങ്ങനെ എല്ലാ രീതിയിലും വളരെ ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രി. ഇപ്പൊ പലപ്പോഴും നമ്മുടെ എക്സ്പ്രഷൻ, അതായത് ഇപ്പൊ സങ്കടാവട്ടെ അല്ലെങ്കിൽ പക്ഷെ ഇതൊക്കെ മുഖത്ത് എക്സ്പ്രസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നോർമലായിട്ട് അഭിനയിക്കുന്നതിനെക്കാട്ടിലും ഇപ്പൊ പറയാതെ പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ കൊണ്ട്, നമ്മുടെ മുഖഭാവം കൊണ്ട്. യഥാർത്ഥത്തിൽ ഗീത ടീച്ചർ അങ്ങനെയായിരുന്നു, പറയാതെ പറയായിരുന്നു. അപ്പൊ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതൽ തന്നെയാണ് എന്ന് പലരും പറയാറുണ്ട്. അതെ, എനിക്ക് പക്ഷെ സംസാരിച്ച് കുറെ അഭിനയിക്കുന്നതിനേക്കാൾ എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. വളരെ സൈലന്റ് ആയിട്ട് എൻ്റെ മൈന്യൂട്ട് എക്സ്പ്രഷൻ കൊണ്ട് ആ ഒരു ഇമോഷൻ്റെ ഡെപ്ത് കൊടുക്കണം എന്നുള്ളത് അതെന്തോ ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ വന്നപ്പോൾ എല്ലാവരും അതിനെ സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ റിഹേഴ്സൽ കഴിയുമ്പോഴും ടീച്ചർ സ്വയം തന്നെ ടീച്ചറെ ബിൽഡപ്പ് ചെയ്തിരുന്നു, ഇത് കുറച്ചും കൂടി നന്നാക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം ഫാസിലിന്റെ എല്ലാ പൂർണ്ണ സപ്പോർട്ടും ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അപ്പോൾ ടീച്ചർ സ്വയം അങ്ങനെ ചിന്തിച്ചിരുന്നു. നാളെ ഇപ്പോൾ ഏത് ഷോട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അപ്പം അത് വേറൊരു ആളുടെ കോപ്പിടിയൊന്നും ആവരുത്, എൻ്റെതായ ഒരു ഇമോഷൻ ആ രീതിയിൽ കൊണ്ടുവരണം, ആരും ഇതുവരെ അഭിനയിക്കാത്ത രീതിയിൽ എന്നൊക്കെയാണ് വിചാരം. അല്ല അങ്ങനെ തോന്നിയിട്ടുണ്ട്, പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയല്ലോ, അതാണല്ലോ ടീച്ചർക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്. ഒരു പ്രാവശ്യം മാത്രം ഗീത ടീച്ചർ കരയുന്നുണ്ട്.
അപ്പൊ ഞാനിങ്ങനെ ഫാസിലിനോട് പറയും ഞാനൊരു വെറൈറ്റി കഥ ഒരു കരച്ചിലായിട്ട് വരാട്ടോ. പക്ഷെ കരഞ്ഞു നോക്കാൻ ഇതുവരെ ആരും കരയാത്ത കരച്ചിൽ. അപ്പൊ ഞാന് തലേ ദിവസമൊക്കെ കരയാൻ വേണ്ടി വീട്ടുകാരെന്നെ ആകെ പ്രശ്നമാവും എന്നുള്ളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. അമ്മ വയ്യാതെ കിടക്കുക, അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ അവിടെ കിടന്നുറക്ക. പക്ഷെ എൻ്റെ മനസ്സിലൊരു ഇമാജിൻ ചെയ്തിരുന്നു ഈ ഒരു രീതിയിൽ കരഞ്ഞാലോ. അങ്ങനെ ആ ഒരു ഷോട്ടിന്റെ സമയത്ത് മാത്രമാണ് ഞാൻ കരയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പറയും ചെയ്തു ഒറ്റ ഷോട്ടിന് എടുക്കണേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അത് വെറൈറ്റി ആയിട്ട് ഉണ്ടെന്നൊക്കെ തോന്നുന്നു. വീട്ടുകാരും ഒരു വലിയൊരു സപ്പോർട്ട് അല്ലേ? തീർച്ചയായിട്ടും. അച്ഛൻ്റെ അമ്മയാണ് എൻ്റെ മാതൃക. കാരണം എപ്പോഴും കർമ്മനിരതരായിരിക്കും. ഇപ്പോഴും എൻ്റെ അച്ഛനമ്മ 70+ ആണ് അച്ഛനും അമ്മയ്ക്കും. ടീച്ചേഴ്സായിരുന്നു അവര്. ഏത് സ്കൂളിലായിരുന്നു? ഇവിടെ. അതെ, ഇവിടെ പരിധൂരം. അമ്മയും അച്ഛനും എങ്ങനെ വെച്ചാൽ എല്ലാവർക്കും കല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛനും അമ്മയായിരുന്നു. അപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ പറയും അവിടെ പോയി പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, ഇവിടെ പഠിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ നടന്ന് ഡാൻസ് പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക. അത് അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടുവന്ന ഒരു സംസ്കാരമാണ് എനിക്ക്. ആ ഒരു സംസ്കാരം ഇപ്പോൾ വലിയൊരു നേട്ടത്തിലേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അവർ ചെയ്തു വെച്ച, അല്ലെങ്കിൽ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തു വെച്ച ആ നന്മയുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. എന്തോ ഒരു ഇഷ്ടത്തിലറിയും. ഞാൻ സന്തോഷിക്കുന്നതിനേക്കാളും ഒരുപാട് എൻ്റെ നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് അത്ഭുതം തോന്നുക. അപ്പം ഞാൻ ഇത്ര സന്തോഷിക്കുന്നില്ല തോന്നുന്നു. ഓരോരുത്തരും ആദരിക്കാനായിട്ട് വരുന്ന സമയത്ത് അയ്യോ ഇവരെന്തൊരു സന്തോഷം, ഒരൊട്ടും കറയില്ലാത്തൊരു സന്തോഷം എന്ന് പറയണില്ലേ സ്നേഹം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ നാടിൻ്റെ നന്മയ്ക്കുള്ള അംഗീകാരം കേട്ടോ. ടീച്ചർക്ക് മാത്രമല്ല നാടിനും കൂടിയിട്ടുള്ള ഒരു അംഗീകാരം. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെക്കാട്ടിലും കുറച്ചും കൂടി കളർഫുൾ ആണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് എങ്ങനെയാ ഓണം വീട്ടിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പറഞ്ഞു, എങ്ങനെയാണ് കുടുംബമൊക്കെ കൂടിയിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുക തന്നെ? തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല ബന്ധമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ കുട്ടികളും പെങ്ങന്മാരും ഒക്കെ എൻ്റെ കലാപ്രവർത്തനത്തിനൊക്കെ എന്നെ എല്ലാം കൊണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പം ഞാൻ തന്നെയാണ് കുട്ടികൾക്കൊക്കെ പാട്ടും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹവും ഒക്കെ. അപ്പം ഞങ്ങളെന്താ വെച്ചാൽ ഓണത്തിന് കൂടുന്ന സമയത്ത് എൻ്റെ മോൻ തബല വായിക്കും, മോള് ഡാൻസ് ചെയ്യും, പാട്ട് പാടും. പിന്നെ വേറൊരു ട്വിൻസിലത്തെ ഒരു കുട്ടി ഫ്ലൂട്ട്. 3 കുട്ടികളാ? അനിയത്തിയുടെ മക്കളാണ്. എനിക്കത് ഇങ്ങനെ പറയാൻ പോലും പറ്റുന്നില്ല. എന്റെ എല്ലാന്ന് പറയാൻ 2 കൺഫ്യൂഷനാണ് അത് ചോദിക്കുമ്പോ. പിന്നെ ഹസ്ബൻഡിന്റെ പെങ്ങന്മാരുടെ കുട്ടികളും ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെ. അപ്പൊ അവരൊക്കെ കലാമേഖലയിൽ ഓരോരുത്തരും അവരവരെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളെല്ലാരും കൂടുമ്പോ പാട്ടും ഫ്ലൂട്ട്, തബല, പാട്ട് എല്ലാവരും കൂടെ കലാകുടുംബാണ്. അപ്പോ കലാകുടുംബാണല്ലേ ടീച്ചറെ? എങ്ങനെയായിരുന്നു ഇപ്പോ കുട്ടിക്കാലത്ത് ഒരു ഓണൊക്കെ നോക്കുമ്പോ എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെയായിരുന്നോ അന്നും ടീച്ചർ ഒരു കലാപരമായിട്ടുള്ള പറഞ്ഞു ചെറുപ്പം മുതലേ കലയോട് ഒരുപാട് ഇഷ്ടം? അപ്പോഴും ഈ ഒരു സമയം ഇപ്പോഴത്തെ പോലെ തന്നെയായിരുന്നോ കുട്ടിക്കാലത്തെ ഈ ഓണം? തീർച്ചയായിട്ടും. അല്ല, വ്യത്യാസമുണ്ട്. നമ്മള് പൂക്കൂടെയൊക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൂടെയൊക്കെ ഉണ്ടാക്കി തരും. ആ സമയത്ത് ചില ആളുകൾ അത് ഉണ്ടാക്കി തരുന്ന വിഭാഗങ്ങളുണ്ടല്ലോ, അവര് ഉണ്ടാക്കി തരും. അപ്പം ഞങ്ങൾ അതുമായിട്ട് നാട് അങ്ങനെ ഇറങ്ങി നടക്കും. പാടത്തും കുന്നിൻ ചെരുവിലും തൊടിയിലൊക്കെ നടന്ന് പൂക്കളെടുക്കാൻ എല്ലാ വീടുകളിലും എത്തും. കുട്ടികൾ എല്ലാവരും കൂടെ പൂവിളിയൊക്കെ വിളിച്ചിട്ടേ, കണ്ണാന്തളി അതൊക്കെ പാടി പൂവിളിയൊക്കെ വിളിച്ച് പൂക്കൂടെ നിറയണ സമയത്ത് ഒരു ചുറ്റി ഇങ്ങനെ ചുറ്റും. പൂക്കൂടെ ഇങ്ങനെ ചുറ്റുമ്പോൾ ആ തുമ്പപ്പൂവൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. പിന്നെ കൂടുതൽ പൂക്കൾ പറിച്ചിട്ട് അതിലാക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരുടെ കയ്യിലും പൂക്കൂട ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പാറി നടന്ന് രാവിലെ പോയാലൊക്കെ ഇങ്ങനെ അന്നേ മുതൽ പാറി നടക്കുന്ന ആളായിരുന്നു. ടീച്ചർക്ക് ഇപ്പോൾ ഒരു അംഗീകാരം കിട്ടുമ്പോഴാണല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എവിടെയൊക്കെ ഒരു ശരിയുണ്ടെന്ന് നമുക്കൊരു ബോധ്യപ്പെടുന്നത് നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോഴാണ്. അപ്പോൾ ടീച്ചർക്ക് ഇനി തോന്നിയിട്ടുണ്ടോ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ശരിക്കും സിനിമ ഒരു സ്വപ്നമായിരുന്നോ ടീച്ചറുടെ? ഒട്ടുമില്ലേ, സ്വപ്നം കാണാത്ത ഇതിലേക്ക് എങ്ങനെ അറിയാതെ ഞാൻ. അല്ലെ, സാധാരണ നോർമല് ഇപ്പൊ ഏതൊരു കലാകാരി ആയാലും അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ ടീച്ചർ ചെറുപ്പം മുതലേ കലയെ ഒരുപാട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നാടകങ്ങളും അഭിനയം പഠിപ്പിച്ചും ഒക്കെ വരുന്ന ടീച്ചർ. അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു സിനിമാ മോഹം എന്നുള്ളത് മനസ്സിൽ വന്നിട്ടില്ല? എനിക്ക് എന്തറിയോ, സിനിമയൊന്നും എനിക്ക് പറ്റിയതല്ല, അങ്ങനെ എനിക്ക് പറഞ്ഞതല്ല എന്നൊരു തോന്നലായിരുന്നു ചെറുപ്പം മുതലേ. നാടകം കളിച്ച് അതിലൊരു രസം, ഭയങ്കര രസം കണ്ടു, ഇത്തരം ഡാൻസ്, പാട്ട്, നാടകം. അപ്പൊ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു രസത്തിലേക്ക് എനിക്ക് പോവാനുള്ള അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതും രസമുണ്ട് കേട്ടോ. അപ്പൊ ചെയ്ത് നോക്കുമ്പോ അവാർഡൊക്കെ കിട്ടുമ്പോ. പക്ഷെ എന്താ വെച്ചാൽ ഇത്ര കാലം നാടകം കളിച്ചിട്ട്
ഇത്രയും തന്നെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പിന്നെ ജിയോ മാമിയിൽ തന്നെ നല്ല ന്യൂസ് സെലക്ഷൻ കിട്ടിയപ്പോൾ നല്ല ന്യൂസുകളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഉണ്ട്, ടീച്ചർ നന്നായി ചെയ്തു. അപ്പോഴേക്കും തുടങ്ങി ഉദ്ഘാടനങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ അംഗീകരിക്കല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൗതുകത്തോടു കൂടി നോക്കി നിന്നു. ഓ, സിനിമ ഇതിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഇപ്പോഴാണല്ലേ നാടകത്തിന് കിട്ടാത്തൊരു അംഗീകാരം എന്നുള്ള പോലെ സിനിമയ്ക്ക് ഒരു പ്രചാരം. അത് ആ മീഡിയയുടെ ഒരു ദോഷം പറയല്ല, മീഡിയയുടെ ഒരു കുറച്ചും കൂടി ആളുകൾ കാണുന്നതും ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു മീഡിയ ആണല്ലോ. ഇപ്പോ ടീച്ചർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ സിനിമയും എനിക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ്, അങ്ങനെ തോന്നി തുടങ്ങിയോ? ഇപ്പൊ കുറച്ച് സിനിമാ മോഹമൊക്കെ വരുന്നുണ്ട്. മോഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, നല്ലത് കിട്ടിയ അതിമോഹമൊന്നുമില്ല, നല്ലത് കിട്ടിയ ചെയ്യണം എന്നുണ്ട്. പക്ഷെ നാടകം വിടില്ല. കുട്ടികളായിട്ടുള്ള 3 കൊല്ലമേ ഉള്ളൂ എനിക്ക് റിട്ടയർ ചെയ്യാൻ. കുട്ടികളായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ സജീവമായിട്ട് കലയിലേക്ക് ഇറങ്ങണം. നാടകവും സിനിമയൊക്കെ ആയിട്ട് കുറച്ചും കൂടി രസമായിട്ട് പോവാം. ടീച്ചർ സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് കണ്ടിരുന്ന? കുറേ ഒന്നും കാണാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ കുട്ടികളുടെ ഒക്കെ മാക്സിമം കൊടുക്കുക അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. എന്നാലും സിനിമ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അത്ഭുതത്തോടു കൂടി ഓരോ അഭിനയങ്ങൾ കണ്ടു നിൽക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് ആരാണ്? എന്നെ ശോഭന ചേച്ചി നന്നായിട്ട്. കാരണം അവരുടെ നാഗവല്ലിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു സംഭവമൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാനിവിടെ ഞങ്ങളുടെ കലോത്സവത്തിനൊക്കെ ഈ നാഗവല്ലിയുടെ പ്രളയം ഇല്ലാതെ പ്രളയം വന്നിട്ട് കലോത്സവം മുടങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കൊരു നാഗവല്ലിയായി മാറുന്നു. ഞാൻ കലാകമ്മിറ്റി കൺവീനറാണ് എല്ലാ കൊല്ലം. അപ്പോൾ ഈ കലാകമ്മിറ്റി കൺവീനറുടെ ഉള്ളിലേക്ക് പിന്നെ ഈ പ്രളയബോധം കയറി അത് നടക്കാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് നാഗവല്ലിയുടെ പോലെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പറയുന്നത് ശോഭന ചേച്ചിയാണ്. ചേച്ചിയുടെ നല്ല ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ മമ്മൂക്ക എൻ്റെ ചെറുപ്പം മുതലേയുള്ള ഒരു ആരാധന കഥാപാത്രമാണ്. അപ്പോ ടീച്ചർക്ക് എത്രയും വേഗം മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ. തടവുകാരന് അങ്ങനെ ഒരു സംഭവം നടന്നല്ല. അല്ല, നമുക്ക് ഏത് വഴി കൂടെയാണ് ഭാഗ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും നന്നായിട്ട് ചെയ്യുന്ന ആളുകള്, പക്ഷെ അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ അനുസരിച്ചായിരിക്കും അവരുടെ കഴിവ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇപ്പൊ നാടകങ്ങളിൽ കുറെ ക്യാരക്ടറൊക്കെ ടീച്ചർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തു, അതല്ലാതെ 2 മൂവി ചെയ്തു. അതില് നാടകത്തിൽ അഭിനയിച്ച അതേ ക്യാരക്ടറുകളിൽ ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ഷോർട്ട് മൂവിയിലോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതിൽ കുറച്ചൊരു സാമ്യം എന്ന് പറയുന്നത് ഞാൻ ബസ്തുകരയിൽ ബസ്തുകര നരിപ്പറ്റ രാജുമാഷ് സംവിധാനം ചെയ്ത ബസ്തുകരയിലൊരു ഉമ്മയുടെ ക്യാരക്ടറുണ്ട്. ഞാൻ ഭയങ്കര എൻജോയ് അത് ചെറിയൊരു സാമ്യം എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ഉമ്മ, അത് എനിക്ക് ചെറിയൊരു സാമ്യം. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരികയാണ്, ഒരുപാട് ആളുകളുടെ സ്നേഹം ടീച്ചറിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ടീച്ചർക്ക് എന്താണ് തോന്നിയത്? കാരണം ഒരുപാട് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയത്. അപ്പോൾ ഇത്രയും ആളുകൾ അറിഞ്ഞു, ഇത്രയും ആളുകൾ ആ ഒരു സ്നേഹവും അംഗീകാരവുമായിട്ട് അരികിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണ് ടീച്ചർക്ക് ഫീൽ ചെയ്തത്? അയ്യോ, അതിന് ഒറ്റ വാക്കിലൊന്നും പറയാൻ വയ്യ എനിക്ക്. അത് ഇങ്ങനെ മനസ്സിങ്ങനെ നിറഞ്ഞ് പതഞ്ഞ് പൊന്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ സ്നേഹം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് തരികയാണ് ആളുകൾ. അപ്പം നമ്മളതിനെ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം, നീ പോ എന്ന് പറയുന്നതാണല്ലോ, എന്ത് ചെയ്യാനുള്ള ഒരു കരുത്ത്, തളരാതെ പോവാൻ. അപ്പോൾ ഇനിയും അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആരെങ്കിലും വിളിച്ചോ അങ്ങനെ സിനിമാ മേഖലയിലുള്ള ആരെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഓണം കഴിയുമ്പോഴേക്കും ടീച്ചർക്ക് അതുപോലത്തെ കോളുകൾ വരട്ടെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തടവിലെ ഹസ്ബൻഡായിട്ടുള്ള പ്രസാദ് പറഞ്ഞു, അതുപോലെ എൻ്റെ നാവും പൊന്നാവട്ടെ എന്ന്. പക്ഷെ ഒരുപാട് എനിക്ക് റിട്ടയർ ചെയ്യണതിന് മുന്നേ വല്ലാത്ത തിരക്കുകൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ കുട്ടികളുടെ അടുത്ത് അവരുടെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. റിട്ടയർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്ക് സമയമുണ്ട് കുറച്ചും കൂടി സജീവമായ. എന്നാലും നല്ല വർക്കുകൾ കിട്ടിയാൽ ഓക്കെയാണ്. ഇപ്പോൾ ടീച്ചറുടെ കുട്ടിക്കാലത്തെ ഓണം ഇപ്പോഴത്തെ ഓണമൊക്കെ പറഞ്ഞു. ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഓണപ്പാട്ടായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയാലോ? ഒരു പൂവിളി മതിയോ? മതി ഒരു ഓക്കെ, അത് മതി ടീച്ചർ. തെക്കേക്കര വടക്കേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ച്, തുമ്പ കണ്ടമ്പേറും തോണി ചമച്ച്, തോണിയുടെ തലപ്പത്തോരാല് മുളച്ച്, ആലിൻ്റെ പൊത്തിയിലൊരുണ്ണി പിറന്നേ,
എനിക്ക് കൊട്ടാനും പാടാനും തുടിയും തൂടിക്കോലും പറയും പറക്കോലും പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഒരു കൂക്കലും കൂടി വേണം. അത് കലക്കി. അതാണ് പഴയകാല ഓർമ്മകൾ. അപ്പൊ ഒരുപാട് നേരം നമുക്ക് ടീച്ചറുടെ സിനിമാ വിശേഷങ്ങള്, നാടക വിശേഷങ്ങള്, കലാവിശേഷങ്ങള്, ഔദ്യോഗിക വിശേഷങ്ങൾ ഇതെല്ലാം ഒരുപാട് നന്നായി സംസാരിച്ചു. നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഓണാഘോഷം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ടീച്ചറെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണാശംസകൾ നേർന്നാലോ? ഓക്കെ. അപ്പോൾ ഇത്രയും നേരം ടീച്ചറുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. വളരെ ഇനിയും ഒരുപാട് ടീച്ചർക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ കിട്ടട്ടെ. ടീച്ചറുടെ ആഗ്രഹം പോലെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ 3 വർഷം കൂടി കഴിഞ്ഞാൽ ടീച്ചർ കുറച്ചും കൂടി ഫ്രീ ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് വർക്കുകൾ ടീച്ചർ ആഗ്രഹിച്ച പോലുള്ള പ്രോജക്റ്റുകളൊക്കെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ടീച്ചറെ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ CCTV പ്രേക്ഷകർക്കും എൻ്റെയും ടീച്ചറുടെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.